ഹലോ ഗൈസ്, കുറേ ദിവസമായി സിദ്ധാർത്ഥ് പറയുന്നത് ഒന്ന് പൊൻപറക്കുന്ന് വരെ പോകണമെന്ന്. ഒരുപാട് ദൂരത്തുള്ള സ്ഥലമൊന്നുമല്ല, സിദ്ധാർത്ഥിൻ്റെയും അബീൻ്റെയൊക്കെ നാട്ടിൽ തന്നെയുള്ള ഒരു കുന്നാണ്. അങ്ങനെ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. എല്ലാവരും വിളിച്ചതാണ്, പക്ഷേ ഓരോരുത്തർക്കും ഓരോ പരിപാടിയാണ്. പിന്നെ ഇനിയും എല്ലാവരും കാത്തുനിന്ന പരിപാടി ഇനിയും നീണ്ടുപോകും. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് കുന്ന് കയറാൻ തുടങ്ങി. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശക്തമായി പെയ്യുന്നതിന് മുന്നേ കുന്നിൻ്റെ മുകളിൽ എത്തണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സാധാരണ ഞങ്ങൾ ഇത്ര മുകളിലേക്കൊന്നും ബൈക്ക് എടുക്കാറില്ല. ബൈക്ക് താഴത്ത് വെച്ച് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് പതുക്കെ കുന്ന് കയറാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ മൂന്നാൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് സിദ്ധാർത്ഥ പറഞ്ഞത് നമുക്ക് എന്തായാലും ബൈക്ക് എടുത്ത് മാക്സിമം മുകളിലേക്ക് പോകാമെന്ന്. പിന്നെ സിദ്ധാർത്ഥാണെങ്കിലോ ഓഫ് റോഡ് റൈഡിങ്ങിൻ്റെ ഒരു പ്രാന്തനാണ്. അവന് കുന്ന് കയറാനുള്ള മോഹം കൊണ്ടൊന്നല്ല ഞങ്ങളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്ന് ഇതിലൂടെ വണ്ടി ഓടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിൽ മൊത്തം മഴ പെയ്ത് ചാലി കയറി തെന്നി കിടക്കുകയാണ് വഴിയൊക്കെ. എനിക്കും അബിക്കാണെങ്കിൽ വണ്ടി പോകാൻ പേടിയാവുകയാണ്. കാരണം ഞങ്ങൾക്ക് പതുക്കെ പോയിട്ട് തന്നെ വണ്ടി ഒരു ബാലൻസ് കിട്ടാത്ത പോലെ ഉണ്ട്. പക്ഷെ അവൻ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാനും അബി വണ്ടിയൊക്കെ സൈഡാക്കി ബാക്കി നടന്ന് കയറാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അങ്ങനത്തെ യാതൊരു ചിന്തയില്ല. അവൻ ആ ബൈക്കും കൊണ്ട് തന്നെ മുകളിലേക്ക് കയറണം എന്നുള്ള വാശിയായി. ഒരു RTRനെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കും അബിക്ക് ജീവനിൽ കൊല്ലുന്ന കൊണ്ട് ഞങ്ങൾ വണ്ടി സൈഡാക്കി പതുക്കെ നടക്കാൻ തുടങ്ങി. ഇവൻ ഈ ഓഫ് റോഡ് റൈഡിങ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രാന്തമുള്ളൊരു പരിപാടി ഞങ്ങൾക്ക് അറിയാം. പണ്ട് ഇവൻ്റെ കല്യാണത്തിന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ അനസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു കുന്ന് കണ്ടപ്പോൾ അതിൻ്റെ മണ്ടയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയവനാമേ. അന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഉരുണ്ടെറിന് വീണ് കയ്യോ കാലോ ഓടിയുന്ന എന്നെന്തോ വായും കൊണ്ട് ഉരുണ്ടെറിന് വീകാത്തതിനെ കൊണ്ട് കല്യാണമൊക്കെ കൃത്യസമയത്ത് കഴിഞ്ഞ്. ഇവിടെയാണെങ്കിൽ മഴ പെയ്ത് ആകെ വഴിക്കലിച്ച് കിടക്കുക. പാറമ്പിലൊക്കെ നല്ല വഴിക്കലുണ്ട്. ഞങ്ങൾ ആവുന്നത് അവനോട് പറഞ്ഞതാണ് നമുക്ക് വണ്ടി താഴ്ത്തിച്ച് നടന്ന് കയറുന്നത്. ആരോട് പറയും എന്ത് കാര്യം? അവനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അതൊന്ന് പിന്നോട്ടേക്കുള്ള പരിപാടി ബോസിനില്ല. അവൻ മുകളിലേക്ക് പോകുമ്പോൾ ഓരോ പാറയിൽ തട്ടി ബ്ലോക്ക് ആകുമ്പോൾ ഞങ്ങൾ പറയും തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, റിസ്ക് എടുക്കണ്ടെന്നൊക്കെ. പക്ഷെ അവനതൊന്നും കേട്ട ഭാവേ ഇല്ല. വണ്ടി വല്ല എക്സ്പൾസോ ഹിമാലയൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. ഇവനാണെങ്കിൽ RTR വെച്ചിട്ടാണ് ഈ അഭ്യാസങ്ങൾ ചെയ്യുന്നത്. പിന്നെ ബോസിനെ സംബന്ധിച്ച് വണ്ടി ഒരു പ്രശ്നമില്ല. അവൻ ഏത് വണ്ടി കിട്ടിയാലും ബോസ് നല്ല സ്മൂത്തായിട്ട് അവൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. വല്ലവനക്ക് പുല്ലു ആയുധം എന്ന് പറഞ്ഞ പോലെയാണ് ഇവൻ്റെ കാര്യം. അങ്ങനെ ഞങ്ങൾ കുന്നിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്ക് വണ്ടി ഒന്ന് ഓഫായി പോയപ്പോൾ അബി സിദ്ധാർത്ഥും കൂടെ ഉന്തി പിന്നെ മുകളിലേക്ക് കയറ്റുന്നുണ്ട്. ഞങ്ങൾ ഈ കുന്ന് കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ കൂടെ കയറിവരൊക്കെ ഇപ്പോൾ ഒരുപാട് മുകളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ബൈക്കുമായി കയറുന്നത് കാരണം വളരെ സ്ലോ ആയിട്ടേ മുന്നോട്ടേ പോകാൻ പറ്റുന്നുള്ളൂ. ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അടിപൊളി വ്യൂ ആണ്. ചുറ്റും കുന്നുകളും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് റിലാക്സ് ചെയ്യുമ്പോഴും സിദ്ധാർത്ഥ് ഇനിയും മുകളിലേക്ക് കയറുന്നതിനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുന്ന് വീണ്ടും കയറാൻ തുടങ്ങുമ്പോഴാണ് ആകാശക്കാകെ ഇരുണ്ടുകൂടി വരുന്നത് കണ്ട്. എന്തായാലും നല്ലൊരു ഇടിവെട്ട് മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. മഴക്കാർ കണ്ട ഉടനെ തന്നെ അബി വേഗം താഴത്തേക്ക് പോയി. കാരണം ഞങ്ങളെ റെയിൻകോട്ടൊക്കെ അവൻ്റെ വണ്ടിയിലായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥ അപ്പോഴും മഴ പെയ്യുന്നതിന് മുന്നേ വണ്ടി കുറച്ചും കൂടി മുകളിൽ എത്തിക്കണം എന്നുള്ള വാശിയിലായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇമ്മാതിരി അഭ്യാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബോസ് ഹെൽമെറ്റ് എന്തായാലും ഇടും. മഴക്കാർ കണ്ടപ്പോൾ തന്നെ അബി സിദ്ധാർത്ഥിനോട് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പരിപാടി നിർത്തിക്കൊള്ളി. ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ ഒടുവിൽ അവൻ സമ്മതിച്ചു. മഴ പെയ്യാണെങ്കിൽ പിന്നെ നമുക്ക് കുന്ന് നടന്ന് കയറാമെന്ന് പറഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങിയ പരിപാടി നിർത്താൻ സമ്മതിച്ചെങ്കിലും മഴ പെയ്യുന്നത് വരെ പരിപാടി നിർത്തൂലെന്നും അവൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം നല്ല മഴക്കാറുണ്ട്. എപ്പം വേണമെങ്കിലും നല്ല ഇടിവെട്ട് മഴ പെയ്യും. അങ്ങനെ വീണ്ടും വണ്ടി കുറച്ചും കൂടി ഉയരത്തിലേക്ക് എത്തി. മഴ മാത്രം വന്നില്ല. സിദ്ധാർത്ഥിൻ്റെ മനസ്സ് പോലെ തന്നെ മഴ പെയ്യാതിരുന്നതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നു. ഓരോ സ്ഥലത്തും വണ്ടി സ്റ്റോപ്പ് ആകുമ്പോൾ അബിയാണ് ബാക്കിൽ നിന്ന് ഉന്തി മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നത്. സാധാരണ ഞങ്ങൾ പൊൻപറക്കുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്ക് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുന്നിൻ്റെ മുകളിലെത്താനുള്ള പരിപാടി ഞങ്ങൾ നോക്കാറ്. പക്ഷേ ഇന്ന് ബ്രേക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ബൈക്കും കൂടി ഉള്ളതിനെ കൊണ്ടാണ്.
കാരണം ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് സ്റ്റക്ക് ആകുമ്പോൾ അത് ഉന്തി കയറ്റണം. പിന്നെയാണെങ്കിൽ നല്ല വഴുക്കലും ഉണ്ട്, നല്ലോണം ശ്രദ്ധിച്ചിട്ടേ കയറാൻ പറ്റുന്നുള്ളൂ. വേനൽക്കാലത്തൊക്കെയാണ് നമുക്ക് ഓടിക്കയറാം, കാരണം പ്രത്യേകിച്ച് അങ്ങനെ വഴുക്കലും തെന്നിപ്പോകുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് റിസ്ക് ഇല്ല. പക്ഷേ ഇപ്പം അതല്ല, വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ മുകളിൽ ബൈക്കൊക്കെ നിർത്തിയതിന് ശേഷം സിദ്ധാർത്ഥിനി താഴത്തേക്ക് ബൈക്ക് ഇറക്കാനുള്ള വഴി നോക്കുകയാണ്. കാരണം വന്ന വഴി കൂടെ എന്തായാലും താഴത്തേക്ക് പോകാൻ പറ്റില്ല, നല്ല റിസ്ക്കാണ്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ വേറൊരു വഴി ഉണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അതൊക്കെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം സിദ്ധാർത്ഥ് വീണ്ടും മാത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ട് ഇനി മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടാൻ തുടങ്ങി. ഇത്തവണ എന്തായാലും മഴ പെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല, കാരണം അത്യാവശ്യം നല്ലോണം മഴക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കോട്ടൊക്കെ എടുത്തിട്ടു. കാരണം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കോട്ടിലുള്ള സമയമൊന്നും ഉണ്ടാവില്ല, മൊത്തം നനയും. അതുകൊണ്ട് ആദ്യം കോട്ടൊക്കെ ഇട്ട് വേഗം റെഡിയായി നിന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ ദൂരത്ത് നിന്ന് നല്ല പേമാരി വരുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഉടനെ അഭി സിദ്ധാർത്ഥെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി താഴത്തേക്ക് ഇറക്കിയോന്ന്. ദൂരത്ത് നിന്നും മഴ പെയ്തു വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഒന്നൊന്നര മഴ തന്നെയാണ്. ഇപ്പോഴെങ്കിലും താഴത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ നോക്കി. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെയും കുറേ ആൾക്കാർ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിലധികം ആൾക്കാരും കോട്ടില്ലാത്തവരാണ്. മഴ പെയ്തുകൊണ്ട് നിന്ന് നനയില്ലാതെ വേറെ വഴിയില്ല. അതിനു മുന്നേ താഴത്ത് കുറച്ച് പണി തീരാത്ത വീടുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും അകത്ത് കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു. സിദ്ധാർത്ഥാണെങ്കിൽ പാറേൻ്റെ മുകളിൽ കൂടെ വണ്ടി ചാടിച്ചും ഓടിച്ചൊക്കെ ഒരു വിധത്തിൽ മഴയ്ക്ക് മുന്നേ വണ്ടി താഴത്തെത്തിക്കാൻ അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മഴ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ വണ്ടിക്കായി ഒരു വിധത്തിൽ താഴത്തെത്തി. ഇനി വേഗം ആ പണി തീരാത്ത വീടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് നടന്നു. സിദ്ധാർത്ഥാണെങ്കിൽ വണ്ടി കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ടു, കാരണം താഴത്തൊക്കെ ആകെ ചളിയായി കിടക്കുക. അപ്പം സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ടെങ്കിലും വണ്ടി ചെരിഞ്ഞ് വെക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് സേഫ് ആക്കാൻ വേണ്ടി കുറച്ച് മുകളിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ആ മഴ ഇവിടെ എത്താനുള്ള സാധ്യതയൊന്നുമില്ല, അത് ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നൊക്കെ. അങ്ങനെ മഴേൻ്റെ ദിശയൊക്കെ പ്രവചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ ഞങ്ങളടുത്തേക്ക് അങ്ങോട്ട് ആഞ്ഞ് വീശി പെയ്യാൻ തുടങ്ങി. അതോടെ സിദ്ധാർത്ഥിൻ്റെ പ്രൊഡിക്ഷനൊക്കെ ആകെ പാളിപ്പോയി. അഭി ആണെങ്കിൽ ഓടി അവിടെയുള്ള വീണ്ടും ഉള്ളിൽ കയറി, കാരണം അവൻ കോട്ടിട്ടിട്ടില്ലായിരുന്നു. അഭി പോയതിന് തൊട്ട് പിന്നാലെ ഞാനും വേഗം വീണ്ടും ഉള്ളിലേക്ക് കയറി. സിദ്ധാർത്ഥിന് അപ്പോഴും വീണ്ടും ഉള്ളോട്ട് കയറാൻ ഒരു മനസ്സില്ല. അവൻ ആ മഴയത്ത് വീണ്ടും ഓഫ് റോഡ് കളിക്കാനുള്ള മൂടാണ്. മഴ പെയ്തിട്ടും ബോസ് വീടിൻ്റെ ഉള്ളോട്ട് കയറിയില്ല. പുറത്ത് നിന്ന് പൊൻപറക്കുന്നിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ വിശദീകരിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ കാറ്റടിക്കാൻ തുടങ്ങി. അപ്പം ബോസ് വേഗം അകത്തേക്ക് കയറി. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടന്ന് കളിക്കുകയായിരുന്നു. ഈ വീടിൻ്റെ ഉൾവശത്തെ ചുമരുകളൊന്നും കാണിക്കാൻ പറ്റില്ല, മൊത്തം ഓരോ തോന്നിയാസങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉൾവശത്തെ ചുമരുകളൊന്നും അത്ര വിശദമായിട്ട് കാണിക്കുന്നില്ല. പുറത്താണെങ്കിൽ മഴ തകർത്ത് പെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥാണെങ്കിൽ കുന്നിൻ്റെ മുകളിലേക്ക് ബൈക്ക് കയറ്റാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലും ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ വീടിന് ചുറ്റും നടക്കുമ്പോഴാണ് പുറകുവശത്തൊരു കിണർ കണ്ട്. ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. വെള്ളം ഉണ്ടോയെന്നൊക്കെ പോയി നോക്കണമെന്നുണ്ട്, പക്ഷേ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വെറുതെ മഴ കൊള്ളാൻ മടിയായതുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഇനിയും മഴ ചോരുന്നവരെ വീടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു. എന്തായാലും ഒരു അരമണിക്കൂറിലും മേലെ മഴ നിർത്താതെ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെയുള്ള ഓരോ പഴയ വീടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ കുറച്ചാൾക്കാർ അപ്പോഴും കോട്ടൊക്കെ ഇട്ടിച്ച് കുന്ന് കയറുന്നുണ്ട്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം മഴ ഒന്ന് ചോർന്നെന്ന് കണ്ടപ്പോൾ ഞങ്ങളും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. മൊത്തമായിട്ട് മഴ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ചാറി കളിക്കുന്നുണ്ട്. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല, ഇനി അവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഇരുടായി തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ടും കൂടി ഉണ്ട്, അവിടെയും കൂടി പോയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അത് വലിയ റിസ്ക് ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് അഭിയും വേഗം താഴത്ത് പോയി അവൻ്റെ വണ്ടി എടുത്ത് വന്നു. ഞാൻ ലാസ്റ്റ് പൊൻപറക്കുന്നിൽ വന്നപ്പോൾ ഈ വഴിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സിദ്ധാർത്ഥിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുറച്ച് മുന്നെയാണ് ഉണ്ടാക്കിയതെന്നാണ്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുന്ന അവനും അറിയില്ല, എനിക്കും അറിയില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ, ഇതിലും കൂടി ഒന്ന് പോയി വരാമെന്ന് കരുതി.
അങ്ങനെ കുറേ ഉള്ളിലേക്ക് ഞങ്ങൾ എത്തി. അവസാനം വഴി അവസാനിച്ചു. ഇനി മുന്നോട്ടേക്ക് പോയാൻ ഒരു വഴിയില്ല, കാട് മാത്രം. പിന്നെ അവിടുന്ന് വണ്ടി തിരിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോരാന്ന് കരുതി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സമയം അങ്ങനെയും പോയി. പിന്നെ വണ്ടിയുടെ കാര്യം പറയണ്ടല്ലോ, മൺപാതി അതിനെക്കൊണ്ട് മൊത്തം ചളിയിൽ പൂണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അധികം ലേറ്റ് ആകാതെ അവിടെ നിന്ന് തിരിച്ചു. കാരണം നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായിട്ടുണ്ട്. പിന്നെ പരിചയമില്ലാത്ത സ്ഥലവും വഴികളൊക്കെ ആയിക്കൊണ്ട് റിസ്ക് ആവണ്ടെന്ന് കരുതി പെട്ടെന്ന് പോകുന്നതാണ്. പിന്നെയാണെങ്കിൽ മഴ പെയ്ത് ഇവിടേക്കാകെ തെന്നിക്കിടക്കുന്നുമുണ്ട്. അഥവാ വണ്ടി എങ്ങാനും ഒന്ന് സ്ലിപ്പായി പോയിട്ട് നേരെ താഴത്തേക്കും പോകും, പണിയാവും. അതുകൊണ്ട് അധികം ലേറ്റ് ആകാതെ അവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പതുക്കെ ഞങ്ങൾ തിരിച്ചു പോന്നു. Addicts know they're addicted. They know when they're shooting up. But heartbroken people do not. But you do now. But you do now. Telling you. അങ്ങനെ ഇരുട്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ പതിയെ കുന്നിറങ്ങി തുടങ്ങി. സിദ്ധാർത്ഥിന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് ബൈക്ക് കയറ്റാൻ പറ്റാത്തതിന് വിഷമമുണ്ട്. മറ്റൊരു ദിവസം വന്നിട്ട് അവൻ്റെ ആഗ്രഹം സഫലീകരിക്കാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് അവനെ ഞങ്ങളെ താഴത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവൻ ഓഫ് റോഡ് റൈഡിങ്ങിന് നല്ല ഭാവിയുണ്ട്. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു 3-4 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇവനൊക്കെ ഏത് ലെവലിലായിരിക്കുമെന്ന്. ചിലപ്പോൾ അന്നത്തെ ഫേമസ് ഓഫ് റോഡ് റൈഡർമാരിൽ ഒരാളായിരിക്കാം ഇവനെന്ന് പ്രതീക്ഷിക്കുന്നു. Your heart is broken. You simply cannot trust what your mind is telling you.